നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ രാജാവേ, അവൻ ഇനിയുമായ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ വിശുദ്ധ സഭയിൽ ദൈവിക ദാനങ്ങളുടെ മധ്യസ്ഥനായി അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു. ഇത് അങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ. കർത്താവേ, പൗരോഹിത്യ ശുശ്രൂഷയുടെ കൈവെപ്പ് വഴി ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശ്ലൈഹിക പാരമ്പര്യം അനുസരിച്ച് അങ്ങയുടെ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിന് ഈ ദാസനെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരം ഈ ആളുടെ മേലിറങ്ങി വന്ന് അങ്ങയുടെ ഏകജാതന്റെ കരുണയാലും അനുഗ്രഹത്താലും ഇയാൾ കേൾപ്പിക്കപ്പെടുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഇയാളെ പരിപൂർണനാക്കട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. രണ്ടാം കൈവപ്പ് പ്രാർത്ഥന ആരംഭിക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ പുരോഹിതനായി തീരുന്ന അർത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഇവിടെ കൂടിയിട്ടുള്ള വൈദികരോടും സന്യസ്തരോടും അൽമായ സഹോദരി സഹോദരന്മാരോടും ആർച്ച് ഡീക്കൻ അപേക്ഷിക്കുന്നു. വൈദിക കൂട്ടായ്മയെയും പുരോഹിതൻ ദൈവജനത്തിൻ്റെ ഭാഗവും ശുശ്രൂഷകനുമാണെന്ന സത്യത്തെയും ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ അഭ്യർത്ഥന. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾ കണ്ണുകളുയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിൻ്റെ സഭയിൽ പുരോഹിതനായി പട്ടം നൽകപ്പെടാൻ നിയുക്തനായിരിക്കുന്ന ശംശാന ജോസഫിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, സർവശക്തനായ ദൈവമേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അവയുടെ സകലത്തിൻ്റെയും സൃഷ്ടാവേ, അങ്ങ് തിരുസഭയെ തിരഞ്ഞെടുക്കുകയും വിശുദ്ധരുടെ തികവിനും ശുശ്രൂഷയുടെ നിർവഹണത്തിനും സഭാഗാത്രത്തിൻ്റെ നിർമ്മിതിക്കുമായി അതിൽ പ്രവാചകന്മാരെയും സ്നേഹന്മാരെയും പ്രബോധകന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്തുവല്ലോ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, സർവലോക രാജാവേ, അങ്ങയുടെ ഈ ദാസനെ തൃക്കൺ പാർക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ആവാസം വഴി ഈ ദാസനെ വിശുദ്ധമായ തിരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. സത്യത്തിന്റെ വചനം പ്രസംഗിക്കുന്നതിന് വേണ്ട വരം ഈ ആൾക്ക് നൽകണമേ. കർത്താവായ ദൈവമേ, രോഗികളുടെ മേൽ കൈകൾ വെച്ച് അവരെ സുഖപ്പെടുത്തുന്നതിനും തിരുസഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയും കൃതജ്ഞതാബലിയും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസാക്ഷിയോടും കൂടെ അങ്ങയുടെ വിശുദ്ധ മധുബഹായിൽ ശുശ്രൂഷിക്കുന്നതിനും കർത്താവായ അങ്ങയുടെ പുത്രസ്വീകാര്യത്തിന്റെ ഭാഗഭാഗ്യത്വത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ നിഗൂഢമായ ജനനത്തിന് വേണ്ടി പാപമോചകമായ മാമോദീസ തൊട്ടി അങ്ങയുടെ കാരുണ്യത്തിന്റെ ശക്തിയാൽ ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിൽ വിവാഹം ആശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ സ്തുതിക്കായി വിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവർത്തികൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും അങ്ങയുടെ തിരുമുമ്പിൽ ഇയാൾ ചെയ്യുന്ന നിർമ്മല ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി വരാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്നവദനായിരിക്കുന്നതിനും അങ്ങയുടെ ഏകജാതന്റെ കൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മൗത്വത്തിന്റെ ഭയഭക്തിജനകമായ സിംഹാസനത്തിനു മുമ്പാകെ പ്രത്യാശാപൂർവം നിൽക്കുന്നതിനും വേണ്ടി ഈ ആളെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ശ്ലൈഹിക കൈവപ്പ് വഴി ജോസഫ് മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം സഭയിൽ ബലിയർപ്പിക്കുന്നതിനുള്ള പുരോഹിതനായി തീർന്നിരിക്കുന്നു. നിത്യപുരോഹിതനായ യേശുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്ന് അഭിഷിക്തനായിരിക്കുന്ന നവവൈദികനെ അബീവിൻ്റെ പിതാവ് പുരോഹിതൻ്റെ തിരുവസ്ത്രങ്ങൾ ധരിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ശാന്തമായിരിക്കാം. ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നൈർമല്യത്തോടും തീക്ഷ്ണതയോടും വിശുദ്ധിയോടും കൂടെ തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം നിന്നെ എന്നേക്കുമായി ധരിപ്പിക്കട്ടെ. സുവിശേഷം പഠിക്കുക, ജീവിക്കുക, പഠിപ്പിക്കുക, പ്രസംഗിക്കുക, ഇവ പുരോഹിതൻ്റെ പ്രധാനപ്പെട്ട കടമകളിൽപ്പെട്ടതാണ്. സുവിശേഷം തന്നെയാണ് പുരോഹിതൻ്റെ ജീവിത നിയമവും. ഇത് അനുസ്മരിപ്പിച്ചുകൊണ്ട് അബീവിൻ്റെ പിതാവ് നവവൈദികനെ സുവിശേഷ ഗ്രന്ഥം നൽകുന്നു. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവുമായിരിക്കട്ടെ. പഴയ നിയമത്തിൽ ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കുമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന വ്യക്തികളെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുക പതിവായിരുന്നു. വൈദികൻ സഭാസേവനത്തിനായി പ്രതിഷ്ഠിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഇത് അനുസ്മരിപ്പിച്ചുകൊണ്ട് അബീവിൻ്റെ പിതാവ് ഇപ്പോൾ നവവൈദികൻ്റെ നെറ്റിയിലും കൈകളിലും വിശുദ്ധ മൂറോൻ കൊണ്ട് കുരിശടയാളം വരയ്ക്കുന്നു. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി ജോസഫ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. തുടർന്ന് സമാപന കാനോന പ്രാർത്ഥനയാണ്. പരമാർത്ഥ ഹൃദയത്തോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ കർത്താവ് തൻ്റെ സാമീപ്യം നൽകി അനുഗ്രഹിക്കുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് തിരുപ്പട്ടാഭിഷേക കർമ്മത്തിലെ സമാപന കാനോന പ്രാർത്ഥന. ഈ സമയത്ത് ബഹുമാനപ്പെട്ട നവവൈദികനെ അതിവിശിഷ്ട ദാനം നൽകിയ ദൈവത്തോട് അദ്ദേഹത്തെ എന്നും കാത്തു പരിപാലിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാനോനയുടെ ആരംഭത്തിലും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് ചൊല്ലി കാനോന അവസാനിക്കുമ്പോഴും നവവൈദികൻ അഗാധാചാരം ചെയ്യുന്നു. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. ആവശ്യം അവിടുന്ന് സാധിച്ചു കൊടുക്കും. അവരുടെ പ്രാർത്ഥനകൾ കേട്ട്
അവരെ രക്ഷിക്കുകയും ചെയ്യും. തന്നെ സ്നേഹിക്കുന്നവരെയെല്ലാം കർത്താവ് പരിപാലിക്കും, ദുഷ്ടരെയെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. എന്റെ അധരങ്ങൾ കർത്താവിനെ സ്തുതിക്കും, ജീവജാലങ്ങളിൽ നിന്നും അവിടുത്തെ നാമം പ്രകീർത്തിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുമാമേ. ഇപ്പോൾ ഗായക സംഘം ഗീതം ആലപിക്കുന്ന സമയത്ത് നവവൈദികൻ ബലിപീഠം ചുംബിക്കുന്ന കർമ്മമാണ് നടക്കുന്നത്. ബലിയർപ്പിക്കാനും ബലിയാകാനുമായി അഭിഷേകം ചെയ്യപ്പെട്ട നവവൈദികൻ തൻ്റെ പ്രഥമ ബലിയർപ്പണത്തിന് മുൻപ് യാഗവേദിയെ വലയം ചെയ്തും ചുംബിച്ചും ബലിപീഠത്തോടുള്ള ആദരവും സ്നേഹവും പ്രകടിപ്പിക്കുന്നു. ഈ കർമ്മത്തിനായി ആർച്ച് ഡീക്കൻ നവവൈദികനെ ആനയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഗീതം ആലപിക്കുന്നു. രക്ഷകനാം മിശിഹായേ, ഞങ്ങൾ ചരിക്കും മാർഗങ്ങൾ നീ താൻ ശോഭനമാക്കുന്നു. ശക്തിയിലും നിൻ ഭക്തിയിലും നീ താൻ പരിവടുകളുടെ ദിനകൃത്യങ്ങൾ നിയന്ത്രിപ്പൂ. നീ താൻ പരിവടുകളുടെ ദിനകൃത്യങ്ങൾ നിയന്ത്രിപ്പൂ. ആരാധകനാം ദാസരിനീ പാരമ്പരവാരാക്കണമേ. ആരാധകനാം ദാസരിനീ പാരമ്പരവാരാക്കണമേ. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. ഞങ്ങൾ നിന്നെ വിളിക്കുന്നു, നാഥാ കൃപയുമനുഗ്രഹവും ഭണ്ഡാരത്തിൽ നിന്നിവരിൽ ലോകമിഴാതെ പൊഴിച്ചാലും. ഞങ്ങൾക്കറിയാം അഖിലേശ, നീ താൻ പാപവിമോചകനും. ഞങ്ങൾക്കറിയാം അഖിലേശ, നീ താൻ പാപവിമോചകനും. ഭൂതദയാമയമാനസനും കാരുണ്യതമഹാശയനും. ഭൂതദയാമയമാനസനും കാരുണ്യതമഹാശയനും. അഭിയുന്ന പിതാവ് നവവൈദികനെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ.